ഇത് ഞാൻ ഏകദേശം 3 വർഷത്തിന് മേലെ, അതായത് ഒരു 1000 ദിവസത്തിന് മേലെ യൂസ് ചെയ്ത ഒരു ചെരുപ്പാണ്. ക്രോക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലാസിക് ക്ലോഗ് എന്ന് പറഞ്ഞ മോഡലാണിത്. ഏകദേശം 52 കളേഴ്സിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഇനി ഇത് എൻ്റെ 4ാമത്തെ പേര് ക്രോക്സ് ആണ്. ഈ ക്ലാസിക് ക്ലോഗ് എന്ന് പറഞ്ഞ മോഡൽ ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രോക്സിൻ്റെ ഒരു ചെരുപ്പ് എന്ന് പറയുന്നത്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ളതുണ്ടല്ലോ, ഞാൻ ഇതിനു മുന്നേ ഉപയോഗിച്ച 3 ക്രോക്സിൻ്റെയും ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നിർത്താൻ, അതിൽ ഉപയോഗിച്ചതിന് ശേഷം പുതിയ ചെരുപ്പ് മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ എല്ലാം സൈഡിൽ കൂടെ ഒരു ബാൻഡ് പോലത്തെ ഒരു സെപ്പറേറ്റ് പീസ് പോകുന്നുണ്ട്. ആ പീസ് ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള രീതിയിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 7-8 മാസം വരെ ഒന്നും ഒരു കുഴപ്പവും കാണില്ല. അതിനുശേഷം എവിടുന്നെങ്കിലും അത് പൊട്ടിപ്പോരും. പൊട്ടുമ്പോൾ എന്താണ്, നമ്മൾ ആ ചെരുപ്പ് കണ്ട ഫെവിക്വിക്കോ ഫ്ലെക്സിക്കോ എന്തെങ്കിലും പശ വെച്ച് ഒട്ടിക്കും. അപ്പോൾ ഒട്ടിക്കുന്ന സ്ഥലം അവിടെ അങ്ങ് നിൽക്കും. പിന്നെ വീണ്ടും അടുത്ത സ്ഥലത്ത് നിന്ന് അത് പറഞ്ഞു വരും. പിന്നെ നമ്മൾ വീണ്ടും അവിടെ ഒട്ടിക്കും. പിന്നെ വേറെ സ്ഥലത്ത് നിന്ന് പറഞ്ഞു വരും. അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പിന്നെ ഒട്ടിക്കാൻ ഒരു സ്ഥലം ഇല്ലാതെയായി, ഒട്ടിച്ചിട്ട് ഇരിക്കാത്തൊരവസ്ഥയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സാധനം പയ്യെ അവിടുന്ന് പറിച്ചെടുക്കാൻ നോക്കും. ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരിൽ ഇഷ്ടം പോലെ കണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ പറിച്ചെടുക്കാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യും, ആ പശയുടെ കൂടെ ആ ചെരുപ്പിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് അത് പറഞ്ഞു വരും. പിന്നെ അവിടെ ഒരു ചെറിയൊരു തുള വീഴും. അപ്പം ഓട്ടയുള്ള ചെരുപ്പ് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ലോ. അപ്പോൾ നമ്മൾ അടുത്ത ചെരുപ്പ് വാങ്ങും. ഈ ഒറിജിനൽ ക്രോക്സിൻ്റെ ചെരുപ്പാണ് വാങ്ങുന്നതെങ്കിൽ ഒരു 2500 തൊട്ട് മേളിലോട്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത്രയും കാശ് കൊടുത്തൊരു ചെരുപ്പ് മേടിച്ചിട്ട് നമ്മൾ ഒരു വർഷത്തിന് കൊണ്ട് ഉപയോഗിച്ചിട്ട് അത് കളയുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല സംഭവമല്ല. ഇതിൽ ക്യാമറയിൽ ഇത് ക്യാച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ മേലെ ചെറിയൊരു കറുത്ത പാടുകളുണ്ട്. ഇതിപ്പോൾ ബ്ലാക്ക് കളറാണെങ്കിലും ഈ ഡാർക്ക് നേവി ബ്ലൂയിഷ് കളറാണെങ്കിലും അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയില്ല. പക്ഷെ ലൈറ്റ് കളേഴ്സ് ഏതെങ്കിലും ആണ് എങ്കിൽ ഈ സംഭവം ഉറപ്പായിട്ടും തിരിച്ചറിയും. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മിക്കവാറും ചെരുപ്പുകളിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് എന്തെങ്കിലും ചെറിയ കറ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കുകൾ അവിടെ ഉണ്ടാവും. ഇതിലും അങ്ങനത്തെ മാർക്കുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലാണ്, അടുത്ത് പോയി നോക്കിയാലാണ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനത്തെ മാർക്കുകൾ ഇതിലും പിടിക്കുന്നുണ്ട്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒത്തിരി ആൾക്കാർ പറഞ്ഞു കേൾക്കാത്തൊരു സംഭവമാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EVA അല്ലെങ്കിൽ ക്രോസ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ജസ്റ്റ് ബേസിക്കായിട്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, പ്ലാസ്റ്റിക് ഒരു സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയലാണല്ലോ, അതേപോലെ തന്നെ വേറൊരു സംഭവമാണ് ഇത്. അപ്പോൾ ചില സ്ഥലത്ത് അല്ലെങ്കിൽ ചില സ്റ്റഡീസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ആയുർവേദികമായിട്ടുള്ള നാച്ചുറോപ്പതിക് ആയിട്ടുള്ള ആൾക്കാർ, ആ ഒരു ആംഗിളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സിന്തറ്റിക് ആയിട്ടുള്ള ഫൈബേഴ്സും കാര്യങ്ങളും വെച്ചിട്ടുള്ള ഡ്രസ്സസ് നമ്മുടെ സ്കിന്നിന് മാക്സിമം കുറവ് സമയം കോണ്ടാക്റ്റ് വരാൻ പാകത്തിന് നമ്മൾ നോക്കണം എന്ന്. അതായത് കോട്ടൺ, ലിനൻ പോലുള്ള നാച്ചുറൽ ഫൈബേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കുന്ന, വൂള് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഉടുപ്പുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കുക. സിന്തറ്റിക് ആയിട്ടുള്ള സംഭവം നമ്മുടെ സ്കിന്നുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഒരു ടൈം നമുക്ക് മാക്സിമം കുറയ്ക്കാൻ നോക്കുക എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം സിന്തറ്റിക് സംഭവങ്ങൾ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ബാക്കി പരിപാടികളിൽ കൂടെയൊക്കെ പോയിട്ടായിരിക്കും. അതായത് റിലേറ്റീവ്ലി നാച്ചുറൽ ഫൈബേഴ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഹാർഷായിട്ടുള്ള പരിപാടികളിൽ കൂടെയൊക്കെ പോയിട്ടായിരിക്കും ഇവന്മാർ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലായിട്ട് കോണ്ടാക്ട് വരുന്ന സാധനങ്ങളിലെ സംഭവങ്ങൾ അബ്സോർബ് ചെയ്യുന്ന ഒരു നേച്ചറുണ്ട് നമ്മുടെ സ്കിന്നിന്. അപ്പം ഇത് ഒരു സിന്തറ്റിക് മെറ്റീരിയൽ ആണല്ലോ, നമ്മുടെ കാലിലാണ് ഇടുന്നത്. നമ്മുടെ നാട്ടിലെല്ലാവരും ഈ ക്രോക്സ് ഷൂ അല്ല, സോക്സ് ഇട്ടതിന് ശേഷമല്ല, നമ്മൾ നോർമലായിട്ട് കാഷ്വലായിട്ട് പോയി സാധാ മാതിരി ചെരുപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാൽപാദങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ പാദങ്ങളിൽ കൂടെ ഇതിൻ്റെ സിന്തറ്റിക് സംഭവങ്ങളിലുള്ള മോശം സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ശരീരത്തിലേക്ക് റിസീവ് ആകും. അപ്പോൾ അതൊരു നെഗറ്റീവ് സംഭവമാണ് എന്ന് ആൾക്കാരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. ഒരു ചെരുപ്പല്ലാതെ ഇത് എന്നെ അങ്ങനെയൊക്കെ നോക്കാനുള്ളതെന്ന് വേണമെങ്കിൽ വയ്ക്കാം. ഇത് ഭയങ്കര ഒരു സിവിയർ ആയിട്ടുള്ള ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നോട്ട്. പക്ഷേ നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാവുന്നൊരു സംഭവമാണ്. ഒരു സിന്തറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ കാലിൽ പാദങ്ങളായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്. ഒരു ദിവസം മൊത്തം ചിലപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ നമ്മൾ ചെരുപ്പിട്ടിട്ട് നടക്കാറുണ്ടാവും. അപ്പോൾ അതൊരു മോശം സംഭവം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാൻ പാടില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവാം. ഇനി അതിനൊരു എളുപ്പ സൊല്യൂഷനാണ്. നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് അറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ സിന്തറ്റിക് സംഭവങ്ങളായിട്ടുള്ള കോണ്ടാക്ട് കുറയ്ക്കണം എന്നുണ്ട് എങ്കിൽ ഒരു കോട്ടൺ അല്ലെങ്കിൽ ലിനൻ അല്ലെങ്കിൽ ഓർഗാനിക് കോട്ടൺ
അല്ലെങ്കിൽ വൂൾ സോക്സ് മേടിച്ചിട്ടിട്ട് എന്നിട്ട് ഈ ചെരുപ്പിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ പാദമായിട്ട് നേരെ ആ സോക്സ് ആണല്ലോ കോണ്ടാക്റ്റിൽ വരുന്നത്. ഏത്